കാര്യം നിസ്സാരം. ഇതില് നല്ലത് വല്ല ചൂടെടുക്കാനും പോകുന്നതായിരുന്നു. ചേട്ടാ, ഈ വണ്ടി ഞാൻ ഇവിടെ നിന്ന് വെച്ചോട്ടെ, വൈകിട്ട് വന്നിട്ട് എടുത്തോളാം. ഓ ശരി, ഇവിടെ വെച്ചോളൂ. സാർ, സാറിനെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറഞ്ഞു. പറഞ്ഞു. ഇപ്പൊ മണി എത്രയായി? 10:30. 10:30ക്കാണോ ഓഫീസിൽ വരുന്നത്? വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. വീട്ടിലെ പണി ചെയ്യാനാണോ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? സാർ, സമയം കിട്ടാഞ്ഞിട്ടാ. വീണ്ടും അത് തന്നെ. സമയമില്ല, സമയം കിട്ടിയില്ല, സമയം തീർന്നുപോയി, സമയം ചത്തുപോയി. ഇത്തരം വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് നടക്കില്ല. കൃത്യസമയത്ത് ഓഫീസിൽ വരുന്നൊരു വില്ലേജ് ഓഫീസർ ഉള്ളപ്പോ നിങ്ങൾ തോന്നും പോലെ ചെയ്താലോ? നിയമില്ല. സോറി സാർ. കരയുന്നത് എന്തിനാ? സാർ, ജോലിയുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥ സാറിന് മനസ്സിലാകാഞ്ഞിട്ടാ. സാറിനൊക്കെ രാവിലെ എഴുന്നേറ്റ് ഒരു നല്ല ഷർട്ട് മുണ്ടും കൊടുത്ത് ഇങ്ങോട്ട് പോന്നാ മതി. എനിക്കൊരു വീട്ടിലെ പണി മുഴുവൻ ചെയ്യണം. വീട്ടിൽ പ്രഹ്ലാദൻ ചേട്ടന് അമ്മയുണ്ട്. അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ട ഞാനാ. ഇത്രയും നാൾ കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് വന്നാ മതിയായിരുന്നു. ഇപ്പൊ 1-2 ദിവസമായിട്ട് അമ്മായി അമ്മയ്ക്ക് കർക്കിടക കഞ്ഞി തന്നെ വേണം. ചില്ലറ പാടാണോ സാറ് രാവിലെ അതും കൂടെ ഉണ്ടാക്കാൻ? പക്ഷെ എതിർത്തെന്നെങ്കിലും പറയാൻ പറ്റുമോ? അമ്മായിയമ്മയല്ലേ? ആപ്പീസിൽ കൃത്യസമയത്ത് എത്തണമെന്ന് പറഞ്ഞപ്പോ അമ്മായിയമ്മ പറയാ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ള ആപ്പീസിൽ പോകും മതിയെന്ന്. ജോലി പ്രധാനം എന്ന് വെച്ചാ കുടുംബകലഹം ഉണ്ടാവും. കുടുംബം പ്രധാനം എന്ന് വെച്ചാ സാറിന് ചീത്ത കേൾക്കണം. രണ്ടായാലും ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വഴക്ക് കേൾക്കാനാ വിധി. സത്യഭാമ, താൻ എവിടെയായിരുന്നു? ഇത്രയും നേരം ഏലിയ സാറ് തന്നെ നോക്കിയിരുന്നു. സാർ, ഞാൻ വരുന്ന വഴിക്ക് എന്റെ സ്കൂട്ടറിന് കേടായി. ഒരു ഓട്ടോ നോക്കിയിട്ട് കിട്ടണ്ടേ സാർ? ഓടി വരികയായിരുന്നു. തന്നെ കാണാതെ അയാൾ ഇവിടെ നിന്ന് ബഹളം കൂട്ടുകയായിരുന്നു. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത വക്കീലിനെയാണ് കേസേൽപ്പിക്കുന്നത് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ? സോറി സാർ. ഏരിയ സാറിന്റെ ധൃതി സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ തന്റെ മൊബൈലിൽ വിളിച്ചു. അപ്പൊ അത് സ്വിച്ച് ഓഫ്. ചാർജ് തീർന്ന് ഓഫായി പോയതാ. എങ്കിൽ ഏതെങ്കിലും ബൂത്തിൽ നിന്ന് തനിക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? സാർ, നമ്പർ മൊബൈലിലേ ഉള്ളൂ. എനിക്കത് കാണാൻ അറിഞ്ഞൂടെ സാർ? ഇപ്പൊ മനസ്സിലായോ? യന്ത്രങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഏലി സാർ എന്തു പറഞ്ഞു? എന്തു പറയാനാ? അയാൾക്ക് തീരെ സമയമില്ലാത്ത ആളാ. എനിക്ക് പോയേ പറ്റൂ, സമയമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പൊക്കോളാം. നല്ലൊരു കേസായിരുന്നു. സത്യഭാമ അത് വാദിച്ചിരുന്നെങ്കിൽ തന്റെ കരിയറിന് അത് ഒരുപാട് ഗുണം ചെയ്തേനെ. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞപ്പോ അയാൾ വേറെ വക്കീലിനെ അന്വേഷിച്ചതാ. അപ്പൊ ഞാനാ പറഞ്ഞത് എന്റെ പരിചയത്തിൽ ഒരു മിടിമിടിക്ക് വക്കീലുണ്ട്, അവരെ ഏൽപ്പിക്കാന്ന്. അപ്പോ ആ കേസ് പോയല്ലേ സാർ?
അത് പോട്ടെ, താനിനി അതോർത്ത് സങ്കടപ്പെടണ്ട. ഒന്നുപോയാ വേറൊന്നും. പിന്നെ ഈ തൊഴിലിൽ സമയനിഷ്ഠ വളരെ പ്രധാനമാണെന്ന് ഓർത്തോളണം. സത്യഭാമേ, ആർക്കും ഒന്നിനും സമയമില്ലാത്ത കാലമാണ്. ആവശ്യക്കാർ നമ്മളാവുമ്പോ നമ്മൾ വേണം സമയം പാലിക്കാൻ. അത്രയ്ക്ക് സമയമില്ലാത്തവരാണെങ്കിൽ പോട്ടെ, സമയമില്ലത്രേ. ഈ സമയം പിന്നെ എവിടെ പോയി? എന്നാലും എന്റെ സ്കൂട്ടർ മൊബൈലും കൂടി എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു കരുതിയില്ല. അത് കഴിഞ്ഞില്ലേ? ഇനിയും നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നാലും ഒരു 10 മിനിറ്റ് ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നൂടെ മോഹനട്ടാ? ഞാൻ മനഃപൂർവ്വം വൈകിയതല്ലോ, വണ്ടി കേടായതുകൊണ്ടല്ലേ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത്. നിനക്ക് സമയം ലാഭിക്കാനും അധ്വാനം കുറയ്ക്കാനും വേണ്ടി നീ വാങ്ങിയതാണ് ആ സ്കൂട്ടർ. ഇന്ന് ആ വണ്ടി തന്നെ നിന്റെ സമയം കുറച്ചു. അതുപോലെ ഫോൺ. പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനും ആവശ്യമുള്ളവരടുത്ത് സംസാരിക്കാനുമാണ് ഫോൺ വാങ്ങിയത്. എന്നിട്ടോ ഒരു അത്യാവശ്യം വന്നപ്പോ അതും പണിമുടക്കി. പണ്ട് നീ ഇവിടെ നടന്നു വെക്കിട്ടിരുന്നപ്പോ നീ ഒരിക്കലും വൈകിട്ടേയില്ല. ഒന്നുകിൽ സമയത്ത് നീ ഇവിടെ ഇറങ്ങും, അല്ലെങ്കിൽ നീ നടന്നാണ് വരുന്നതെന്ന് അറിയാവുന്നവർ നിന്നെ കാത്തു നിൽക്കും. ശരിയല്ലേ? മോനോട്ടം പറഞ്ഞതിൽ കാര്യമുണ്ട്. 10 മിനിറ്റ് കാത്തേക്ക് അയാൾക്ക് സമയമില്ലായിരുന്നു. അങ്ങനെ ഒരു സമയക്കുറവുണ്ടോ? ഈ സമയമൊക്കെ എവിടെ പോയി? എന്തായാലും ഇനി മുതലിങ്ങനെ ധൃതി പിടിച്ചോടാൻ ഞാനില്ലാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി പതുക്കെ ഞാനിങ്ങ് പോരുമായിരുന്നു. വരുന്ന വഴി കടയിൽ കയറി മോഹനേട്ടന് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും വാങ്ങി. ഇന്ന് രാത്രി ഞാൻ കഞ്ഞി വെച്ചുതരാം. പക്ഷേ ഈ ജോലിയൊക്കെ ഉള്ള പെണ്ണുങ്ങൾക്ക് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാനുള്ള സമയം കിട്ടുമോ? അത് ശരിക്കും പാടല്ലേ? ആര് പറഞ്ഞു പാടാണെന്ന്? ഞാൻ ഉണ്ടാക്കി തരില്ലേ എന്റെ വില്ലേജ് ഓഫീസർക്ക് നല്ല ഒന്നാം തരം കഞ്ഞി. അതല്ല ഭാമേ, ഈ ഇന്ന് കാഞ്ചന പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഉദ്യോഗസ്ഥർ കിടന്നപ്പെടുന്ന പാട് ഞാൻ മനസ്സിലാക്കിയത്. ഈ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളെ ശരിക്കും സമ്മതിക്കണം. എല്ലാത്തിനും കൂടി എവിടെയാ സമയം കിട്ടുന്നത്? സമയം കിട്ടില്ല. സമയം പിന്നെ എവിടെ പോയി? ഇന്നലെ മെനിക്കാൻ നമുക്ക് സമയം ഉണ്ടായിരുന്നല്ലോ. ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമി സ്വയം ചുറ്റുമ്പോഴും സൂര്യന് ചുറ്റുമ്പോഴുമാണ് സമയത്തിന്റെ കണക്കുണ്ടാവുന്നതെന്ന് പണ്ടെപ്പോഴോ സ്കൂളിൽ പഠിച്ചതാണ്. ഭൂമി ഇപ്പോഴും പഴയ വേഗത്തിൽ തന്നെ സ്വയം ചുറ്റുകയും സൂര്യനെ ചുറ്റുകയും ചെയ്തിട്ടും ഭൂമിയിലെ മനുഷ്യൻ എന്ന താമസക്കാരന് മാത്രം ഒന്നിനും സമയം തികയാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ബാക്കി വെച്ച് ഇന്നത്തേക്ക് വിടാം. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും ജീവിതത്തിലെ പുതിയ കഥയുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.